Hello everyone. Welcome to the next session of EduTalk. ഇന്നത്തെ EduTalkൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് MBBS സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അതിനുവേണ്ടി ഇന്നത്തെ സെഷനിൽ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഫെമി ജോബിയാണ്. ഡോക്ടർ ഫെമി ജോബി, വെൽക്കം ടു ദി സെഷൻ. താങ്ക് യു. ഡോക്ടർ ഫെമി ജോബി 2018 ബാച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല നീറ്റ് PG എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സെഷനിലോട്ട് പോകാം. ആദ്യമായിട്ട് തന്നെ MBBS ഒരു കരിയർ ഓപ്ഷൻ ആണോ എന്ന ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ഒരു സെഷൻ തുടങ്ങാം. MBBS ഒരു കരിയർ ഓപ്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. നമ്മൾ 5.5 years എടുത്തിട്ട് 5.5 to 6 years എടുത്തിട്ടാണ് നമ്മൾ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ആ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡ് ആണ്. മെഡിക്കൽ ഫീൽഡിന്റെ പോസിബിലിറ്റീസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ കോവിഡ് ടൈമിൽ പോലും ബാക്കി ഏത് ജോബ് നിന്ന് പോയി കഴിഞ്ഞാലും മെഡിക്കൽ ഫീൽഡിന് എപ്പോഴും അവിടെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബ് തന്നെയാണ് ഡോക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെയുള്ളവർക്ക് എടുക്കാം, അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ MBBS എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മെയിൻ ആയിട്ട് MBBS എടുക്കണം എന്നൊരാൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒരു കരിയർ ആയിട്ട് അയാൾക്ക് പെർസ്യൂ ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് പാഷൻ ആണ്. നമ്മൾ എല്ലാ ജോബിനും പറഞ്ഞ പോലെ തന്നെ പാഷൻ ഉണ്ട്, ആ ഒരു ജോബിനോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MBBS എടുക്കാൻ പറ്റിയ ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു ജോബിനെ പോലെ തന്നെ പാഷൻ ഇല്ല, നമ്മളെ പേരൻസ് നിർബന്ധിച്ചിട്ട് വിടുവാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും MBBSും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പലതും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബാണ് MBBS എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ പ്ലസന്റ് ആയിരിക്കണം, അവരുടെ കാര്യം നമ്മൾ കേൾക്കണം. അത് പേഷ്യന്റ് ചിലപ്പം പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പം അവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം, ക്ഷമ വേണം, പേഷ്യൻസ് വേണം. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ആ സബ്ജക്റ്റിനോട് ഒരു പാഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് MBBS ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാർ ഞങ്ങളുടെ ബാച്ചിലായാൽ പോലും അല്ലെങ്കിൽ പൊതുവെ സംസാരിക്കുമ്പോഴും കുറെ പേര് പേരൻസ് നിർബന്ധത്താൽ ഇങ്ങനെ വരുന്ന MBBS ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ അതിനുശേഷം ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പലതും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഒരു കരിയർ ഓപ്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ. പക്ഷെ അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ് ആണ് MBBS എന്ന് പറയുമ്പോഴത്തേക്കും. അതിനുശേഷം കുറെ വർഷങ്ങളോളം പഠിക്കണം. സാധാരണ ഒരു ജോബ് കിട്ടുന്ന ഒരു കോഴ്സ് പോലെയല്ല. വർഷങ്ങളോളം പഠിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പലരുടെ ആദ്യമേ ചിന്തിക്കുന്നത് സാലറി ആയിരിക്കും. സാലറി ആണെങ്കിൽ പോലും അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും കുറെ വർഷങ്ങൾ എടുക്കും. അതുപോലെ തന്നെ നല്ല സ്കില്ലും അതിനാവശ്യമായിട്ടുണ്ട്. അപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും MBBS ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ MBBS പറയത്തക്ക വിധം പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ്, വർത്തായ കോഴ്സാണ്. അതും ഇതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും വർക്ക്നെസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലരും വിചാരിക്കുന്നത് MBBS എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടും, അവർക്ക് ലൈഫ് ഈസി ആണ്, സിമ്പിൾ ആണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് പൊതുവെ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും പബ്ലിക്കിന്റെ ഇടയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് റെസ്പെക്ട് ഉണ്ട്. ഇപ്പോഴും ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെസ്പെക്ട് കിട്ടും. പണ്ടത്തെക്കാളും കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതുണ്ട്. പക്ഷെ അതുണ്ടെന്ന് പറഞ്ഞാലും ഒരു കരിയർ ഓപ്ഷൻ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുറെ ചലഞ്ചസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മിക്ക ജോബ്സും വേറെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുവാണെങ്കിലും എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ബാക്കി കോഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും MBBS കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 5 വർഷക്കാലം പഠിച്ചാൽ മാത്രമല്ല, അതൊരു ലോങ് കോഴ്സ് ആണ്. 6 years എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലോങ് കോഴ്സ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും 4 years അത്രയൊക്കെ എത്തും. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിനൊക്കെ ആണെങ്കിൽ 4 years കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോബിലേക്ക് കയറാൻ സാധിക്കും. പക്ഷെ MBBS എന്ന് പറഞ്ഞാൽ ഇത്രയും 6 years എടുക്കണം, അത്രയും ലോങ് കോഴ്സ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ 18 yearsലാണ് MBBS ചേർന്നത്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഏജ് 25 ആയി. പക്ഷെ ഇത്രയും ടൈം ആയിട്ട് ഞാൻ ഇപ്പോഴും ജോബിൽ കയറിയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എന്റെ കറസ്പോണ്ടിങ് ഏജിലുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അവര് പലരും വേറെ കോഴ്സ് പഠിച്ച ആൾക്കാരാണ്. അവര് പലരും ജോബിൽ കയറി. അപ്പൊ നമ്മളൊക്കെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഒരു ഏർണിംഗ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ MBBSനുണ്ട്. കുറെ വർഷങ്ങൾ എടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് കിട്ടും, അത്യാവശ്യമുള്ള സാലറി കിട്ടും. കിട്ടായികയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് പൈസ ഒന്നും വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബ് അല്ല MBBS എന്ന് പറയുന്നത്. പലർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്.
അതായത് MBBS എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും, നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ കുറെ ഡോക്ടേഴ്സ് ഓരോ വർഷം ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ എത്ര പേരാണ് സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്, എത്ര പേരാണ് അവർ ഉദ്ദേശിക്കുന്ന പോലെ സാലറി ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മെയിൻ പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ ഒരു ലോങ് പീരീഡ് ആണ്. ഈ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ പീരീഡ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് PG പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും സമയം പിന്നെയും പോകും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്കൊരു സബ്ജക്ട് ഇഷ്ടമാണ്, പേഷ്യൻസ് നോക്കുന്ന ഇഷ്ടമാണ്, അവർ ഹീൽ ചെയ്യുന്ന കാണാൻ ഇഷ്ടമാണ്, അതൊക്കെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇഷ്ടമില്ലാത്ത ആൾക്കാർ എടുക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ എടുക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇത്രയും 6 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മടുപ്പ് തോന്നും. ഇഷ്ടമല്ലാതിരിക്കുവാണെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ജോബ് അല്ലായിരുന്നു, എന്നിട്ട് ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യും, ഇപ്പോഴും ഞാൻ അങ്ങ് എത്തിയിട്ടില്ല, അങ്ങനത്തെയൊക്കെ ചിന്ത വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഗുഡ് കരിയർ ഓപ്ഷൻ തന്നെയാണ് MBBS എന്ന് ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ ഹൗ ലോങ് ഷുഡ് ഐ സ്റ്റഡി ആൻഡ് ഹൗ മച്ച് സാലറി? നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറഞ്ഞതിന്റെ ഉത്തരം ഇപ്പൊ ഈ ക്വസ്റ്റിന് ഉത്തരം ഇപ്പൊ പറഞ്ഞതിലും ഉണ്ട്. നമ്മൾ പറഞ്ഞു 6 ഇയേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടൈം പീരീഡ് അല്ല. അതിനുശേഷം നമുക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ടാവും. MBBS ഉള്ള കോഴ്സിന് മാത്രമാണെങ്കിൽ 4.5 ഇയേഴ്സ് ആണ് നമുക്ക് അക്കാഡമിക്കലി വരുന്നത്. അതിൽ 1 ഇയർ നമ്മൾ ബോണ്ട് ചെയ്യണം. ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ 1 ഇയർ ബോണ്ട് ചെയ്താൽ മതി, ഹൗസ് ഏജൻസി എന്ന് പറയും. വേറെ പല സ്ഥലങ്ങളിലും പുറത്തൊക്കെ സ്റ്റേറ്റ്സിൽ പല സ്ഥലങ്ങളിലും അത് 2 ഇയേഴ്സ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 5 to 7 ഇയേഴ്സ് ഒക്കെ പോകും. അപ്പൊ ഏകദേശം 6 ഇയേഴ്സ് ആണ് ഒരു ബേസിക് മിനിമം എന്ന് പറയുന്നത്. 6 ഇയേഴ്സോളം നമുക്ക് എന്തായാലും MBBS കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ എന്തായാലും 6 ഇയേഴ്സ് തീർച്ചയായിട്ടും എടുക്കും. പക്ഷെ അവിടെ ആ സ്റ്റഡി തീരുന്നില്ല, അവിടെ വെച്ച് നിൽക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്. MBBS കഴിഞ്ഞു എന്നുള്ള രീതിയിലില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും MBBS മാത്രം, അത് മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. പൊതുവെ മറ്റുള്ള പബ്ലിക് ആണെങ്കിൽ പോലും അവർ MBBS മാത്രമുള്ള ഒരു ഡോക്ടറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എല്ലാവരും എത്ര MD ഉണ്ട്, എത്ര ഡിഗ്രി ഉണ്ടൊക്കെ നോക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിന് ശേഷം നമ്മൾ പിന്നെയും പഠിക്കേണ്ടതായിട്ട് വരും. MBBS എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ 6 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു വർഷം കൂടെ മിക്കവാറും ആൾക്കാർക്കും ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നീറ്റ് PG ക്രാക്ക് ചെയ്യാൻ സാധിക്കാറുള്ളൂ. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ 7 ഇയേഴ്സ് ആയി. പിന്നെ PG കംപ്ലീറ്റ് ചെയ്യാൻ 3 ഇയേഴ്സ് എടുക്കും. അപ്പൊ 10 ഇയേഴ്സ് ആയി. അതിനുശേഷം പിന്നെ അവിടെയും ബോണ്ട് വരും. ബോണ്ട് വരുമ്പോഴത്തേക്ക് അത് SRship എന്ന് പറയും. അതൊരു 1 ഇയർ ആണ് യൂഷ്വലി. ചില സ്ഥലത്ത് 2 ഇയേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏകദേശം 11 ഇയേഴ്സ് എടുക്കും ഒരു PG കിട്ടണമെങ്കിൽ. 11 ഇയേഴ്സോളം എടുക്കും എന്നുള്ള ആ കാര്യം നമ്മൾ ആലോചിക്കണം. പിന്നെ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ഹൗസ് ഏജൻസി തുടങ്ങി നമുക്ക് സാലറി കിട്ടും. ഇപ്പൊ ഞങ്ങൾ ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഹൗസ് ഏജൻസി സമയത്ത് ഏകദേശം 26,000 പെർ മന്ത് കിട്ടിയിരുന്നു. ഇപ്പൊ 12 മന്ത്സ് വരെ അത്രയും പൈസ കിട്ടിയിരുന്നു. അതിനുശേഷം ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പൊ MBBS മാത്രമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല പ്രൈവറ്റ് ആയിട്ടുള്ള സെന്റേഴ്സിൽ, ക്ലിനിക്സിലൊക്കെ നമുക്ക് GPക്ക് പോവാം, ജനറൽ പ്രാക്ടീഷണറിന് പോവാം. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അത്യാവശ്യം സാലറി നമുക്ക് കിട്ടും. ഏകദേശം ഒരു 40,000 ആ റേഞ്ചിൽ. അപ്പൊ എല്ലാ ദിവസം പോവുകയാണെങ്കിൽ 40,000 ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സ് ആ അവേഴ്സ് അനുസരിച്ചിരിക്കും. കാരണം നമ്മളിപ്പോ ക്യാഷ് വാല്യൂ ഡ്യൂട്ടി ആണെങ്കിൽ ഏകദേശം 12 hours ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഒരു 50,000 ആകുമ്പോൾ നമുക്ക് സാലറി എന്തായാലും കിട്ടും. ചില സ്ഥലങ്ങളിൽ, ചില ചെറിയ ക്ലിനിക്സിലൊക്കെ നമ്മൾ 18 hours ഒക്കെ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ നിയർലി ഒരു 60,000 അബവ് നമുക്ക് സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇനീഷ്യൽ ടൈമിൽ കുറെ ഹാർഡ് വർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം PG കിട്ടിക്കഴിഞ്ഞ് നമ്മൾ PGക്ക് ജോയിൻ ചെയ്താൽ അവിടെ നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്. PG പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു MBBS കഴിഞ്ഞ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറിന്റേതായ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പോയാലും, അതായത് നമുക്ക് PG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റൈപ്പൻഡ് ഉണ്ട്. അത് നിയർലി 60,000 അബവ് ആ റേഞ്ചിൽ സ്റ്റൈപ്പൻഡ് നമുക്ക് കിട്ടും. അപ്പൊ 3 വർഷം നമ്മൾ PG പഠിക്കുമ്പോഴത്തേക്ക് അപ്പോഴും നമുക്ക് 60,000 പെർ മന്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. SRship ആകുമ്പോഴത്തേക്കും PG കഴിഞ്ഞിട്ടുള്ള ബോണ്ട് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി സാലറി കൂടും. അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ എത്തുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സാലറി. നിയർലി 40,000 മുകളിൽ എന്തായാലും എല്ലാവർക്കും കിട്ടും. അതൊരു ബേസിക് സാലറി ആണ്. PG എടുത്തൊരു ഡോക്ടർ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന് 50,000 60,000 അബവ് എന്തായാലും കിട്ടും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹോസ്പിറ്റൽ, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നു, അതൊക്കെ അനുസരിച്ചിരിക്കും. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോഴത്തേക്കും കുറെ സാലറി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്.
നമ്മൾ കുറെ വർക്ക് ചെയ്ത് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി മാത്രമേ നമ്മൾ കേൾക്കുന്ന രീതിയിലുള്ള സാലറി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 1 lakh 2 lakh പെർ മന്ത് ഒക്കെ കിട്ടുന്ന ഡോക്ടേഴ്സ് കുറെ പേരുണ്ട്. പക്ഷെ അതിന് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ട്. 11 years എങ്കിലും മിനിമം പഠിച്ചാൽ മാത്രമേ അവർക്ക് ആ രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ കുറച്ചുകൂടി ആംബിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പം കാർഡിയോതെറാപ്പി സർജൻ ആവണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ 11 years ഒന്നുമല്ല, അതിനേക്കാളും കൂടുതലായിട്ട് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കണം. 11 years കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇയർ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. പിന്നെ 12 years ആയി. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, 2 years ഉണ്ട്. അപ്പൊ ഏകദേശം 14 to 15 years നമ്മൾ പഠിച്ചാൽ മാത്രമേ ഒരു എസ്റ്റാബ്ലിഷ് ആയ രീതിയിൽ നമ്മൾ എത്തുള്ളൂ. അതിനുശേഷമായിരിക്കും നമ്മൾ ശരിക്കും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത്ര ഇയേഴ്സ് എടുക്കും. ആ ഒരു കാര്യമാണ് ഈ സാലറിയുടെ കാര്യത്തിലും പറയാനുള്ളത്. സാലറി ഡിപ്പെൻസ് ഓൺ നമുക്ക് എന്തോരം ഡിഗ്രി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എത്ര മണിക്കൂർ 1 day നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇരിക്കും സാലറിയുടെ കാര്യം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അറ്റ് സെയിം ടൈം നമുക്കറിയാം, ഒരു എമർജൻസി ഡ്യൂട്ടി എടുക്കുന്ന ആൾ, ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന ആൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാൾ ചിലപ്പോൾ ഓൺ കോൾ ആയിട്ട് ഇരിക്കേണ്ടി വരും. ഓൺ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ആ ഒരു ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ എടുക്കും, കുറച്ചധികം വർഷങ്ങൾ എടുക്കും കമ്പയർ ടു അതർ ജോബ്സ്. എല്ലാ ജോബ്സിനും ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഡിഗ്രി എടുക്കണം. അപ്പൊ 3 years അയാൾക്ക് എടുക്കും. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആ ലേണിംഗ് കർവ് കുറച്ചും കൂടെ കൂടുതലാണെന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. MBBS ശേഷമുള്ള കരിയർ ഓപ്ഷൻസിനെ പറ്റിയും പറയാമോ? MBBS ശേഷം മെയിൻ ആയിട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് PG എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, അല്ലാതെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ MBBS കഴിഞ്ഞാൽ MBBS മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരും അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇയർലി 1 lakh പെർ മന്ത് എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും പെർ മന്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പം MBBS മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം ഗവൺമെന്റ് ജോബ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ PHC പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും നമ്മുടെ ടൈം വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ലൈഫ് കുറച്ചും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഗവൺമെന്റ് സെറ്റപ്പിൽ തന്നെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് ടീച്ചിങ് ഒരു ഇഷ്ടപ്പെട്ടെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിനൊക്കെ PG വേണം. MBBS എടുത്തതിന് ശേഷം നമുക്ക് ഗവൺമെന്റ് കോളേജിൽ പോവാം, ഗവൺമെന്റ് ആയിട്ട് സെറ്റപ്പിൽ പോവാം, PHCയിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് PSC വഴി കയറാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവാം, ക്യാഷ് വാല്യൂ ഡ്യൂട്ടി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ PG എന്നുള്ള ഓപ്ഷനാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. MD അല്ലെങ്കിൽ MS എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് എഴുതണം. അതിനുശേഷം നമ്മൾ 3 years നമ്മൾ പഠിക്കണം, 1 year ബോണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് PG 2 രീതിയിലുണ്ട്. ക്ലിനിക്കൽ ആയിട്ടുള്ള PG ഉണ്ട്, അതുപോലെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള PG ഉണ്ട്. ക്ലിനിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി, മെഡിസിൻ ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കും, നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടേഴ്സ്, അതാണ് ക്ലിനിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ സർജറി ആണെങ്കിൽ യൂഷ്വലി വളരെ ബിസി ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. മെഡിസിൻ ആണെങ്കിൽ അത്യാവശ്യം ബിസി ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടെ ENT, ഒഫ്താൽ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫും അതുപോലെ നമ്മുടെ ഈ ജോബിന്റെ ഇത് രണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ ബിസി ആയിട്ടുള്ള എമർജൻസി വരുന്ന സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ, സർജറി, മെഡിസിൻ, അങ്ങനത്തെ സ്പെഷ്യാലിറ്റി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മൾ ബിസി ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ക്ലിനിക്കിൽ തന്നെ നമുക്ക് രണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് അത്യാവശ്യം ബിസിയാണ്, നമുക്ക് ചെയ്യാൻ താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ രീതിയിൽ നമുക്ക് ആ കോഴ്സസ് എടുക്കാൻ പറ്റും. അല്ല കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വേണം, അധികം സ്ട്രെസ് എടുക്കാൻ വയ്യ, അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനത്തെ കോഴ്സസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നോൺ ക്ലിനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, റിസർച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്കൊക്കെ സാധിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ MBBS സബ്ജക്ട് നോക്കുമ്പോൾ അത് ടീച്ചിങ് കരിയർ ഓപ്റ്റ് ചെയ്ത ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നതാണ് ഞങ്ങളെ. അപ്പൊ അതുപോലെ ടീച്ചേഴ്സ് ആവാൻ താല്പര്യമാണ്, പ്രൊഫസേഴ്സ് ആവാൻ താല്പര്യമാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പഠിക്കാം. അല്ലാതെ കുറച്ചും കൂടെ ലാബിലുള്ള ആൾക്കാരാണ്, പെത്തോളജിസ്റ്റ് ആവണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രീതിയിലും നോൺ ക്ലിനിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പുറത്ത് അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയി പഠിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വേറെ കോഴ്സസ് അല്ല, നമ്മൾ നീറ്റ് PG എൻട്രൻസ് പറഞ്ഞ പോലെ തന്നെ അവിടെ നമുക്ക് വേറെ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. USMLE ഫ്ലാബ് എന്നൊക്കെ പറഞ്ഞ എക്സാംസ് ഉണ്ട്. നമുക്ക് അത് ക്രാക്ക് ചെയ്ത് ആ രീതിയിൽ പോവാം. പിന്നെ യൂഷ്വലി കേട്ടിട്ടുള്ളതാണ് MBBS ഉണ്ട്, IAS എടുക്കുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഡിഗ്രി കിട്ടിയതിനു ശേഷം IAS എടുക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് പോവാം. പിന്നെയുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിൽ ആ രീതിയിൽ നമുക്ക് പഠിക്കാം. MBA എടുത്ത് ഇപ്പം കുറെ ആൾക്കാർ ആ രീതിയിൽ പോകുന്നുണ്ട്. MBA എടുത്തതിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് പോകും. അത് കുറെ പ്രൈവറ്റ് സെറ്റപ്പിൽ
കുറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ വേറെ കുറെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അങ്ങനെ ഇരിക്കാം. പിന്നെ പബ്ലിക്കിന്റെ ഹെൽത്ത് വർക്കർ പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോഴ്സിന് അങ്ങനെ പഠിക്കാം. ഒക്യുപേഷണൽ വർക്കിനെ പറ്റിയിട്ടുള്ള ആ ഒരു കോഴ്സ് പഠിക്കാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് മെജോറിറ്റി ആൾക്കാർ എടുക്കുന്ന ഓപ്ഷൻ PG ചെയ്യാന്നുള്ളതാണ്. MBBS മാത്രം എടുത്ത് അവരുടെ പീസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. PG എടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഇതൊക്കെ ഇപ്പം അധികം വരാത്ത ഓപ്ഷൻസ് ആണ്, പക്ഷെ വളരെയധികം സാധ്യതയുള്ള ഓപ്ഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഒക്കെ. പക്ഷെ ഇപ്പം മിക്ക ആൾക്കാരും അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം പതുക്കെ പതുക്കെ ആ രീതിയിലേക്കും MBBS കഴിഞ്ഞതിന് ശേഷം പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇത്ര ഓപ്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും MBBS പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്കറിയാം നീറ്റ് UG ആണ് നമ്മളെ ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏകദേശം 20 to 25 lakhs ആൾക്കാർ എഴുതുന്ന എക്സാം ആണ്. പെർ ഇയർ അത്രയും ആൾക്കാർ എഴുതുന്ന എക്സാം ആണ് നീറ്റ് UG എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് പറ്റും, അത്യാവശ്യം പഠിക്കുന്നവരാണെങ്കിൽ മാത്രം നമ്മൾ അതിന് ടൈം കളയുന്നതായിരിക്കും ബെറ്റർ. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, അത്രത്തോളം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. നമ്മൾ അങ്ങനെ പഠിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ അത്രയും പഠിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ടൈമും അതൊക്കെ എനർജിയൊക്കെ കുറെ വേസ്റ്റ് ആയി പോകും. നമുക്ക് അതിനേക്കാൾ എക്സൽ ചെയ്യാൻ പറ്റുന്ന വേറെ കോഴ്സസ് ഉണ്ട്. എനിക്കിത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എനിക്കും എന്റെ ഫ്രണ്ട്സും കുറെ ആൾക്കാർ ചെറുപ്പം മുതലേ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി +1 +2 എത്തിയപ്പോഴേക്കും ഓക്കെ ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ല, ഇത്രയും പഠിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പൊ MBBS എനിക്കൊരു ഓപ്ഷൻ ആണോ എന്ന് ചിന്തിച്ച് വയസ്സായിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ആര് പറഞ്ഞാലും സൊസൈറ്റിയിലെ പ്രഷർ കൊണ്ടും പേരൻസിന്റെ പ്രഷർ കൊണ്ടും തീരുമാനിക്കുന്നതിനേക്കാളും ബെറ്റർ എന്റെ കാലിബർ എന്താണ്, എനിക്കിന്ന് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അതായിരിക്കും ബെറ്റർ. അതിനുശേഷം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ +1 +2 തുടങ്ങി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയായിരുന്നു. +1 + 2 തുടങ്ങിയത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഞാൻ +1 + 2 തുടങ്ങി പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ പഠിച്ചത് ബ്രില്യന്റിലാണ് പഠിച്ചത്, പാലാ ബ്രില്യന്റിലാണ് പഠിച്ചത്. +1 + 2 തുടങ്ങി ഞാൻ പല രീതിയിലുള്ള കോഴ്സസ് ഉണ്ട്. ഞാൻ പോയത് വീക്കെൻഡ് മാത്രം പോകുന്ന കോഴ്സ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ തേവരയിലായിരുന്നു പഠിച്ചത്. അവിടെ പോയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, എക്സാംസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ +1 + 2 പോയപ്പോഴത്തേക്കും മെയിൻ ആയിട്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ഉണ്ടായിരുന്നു. എന്താ ഏതാന്നൊക്കെ ഒരു ഐഡിയ വന്നു, എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുന്നത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ സ്പീഡ് വന്നു, എക്സാംസ് എഴുതി അത്യാവശ്യം സ്പീഡ് കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയില്ല. ഫസ്റ്റ് ടൈം എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 27,000 ആ റേഞ്ചിലായിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ചത് അതിനുശേഷം ഞാൻ 1 year എടുത്ത് പഠിച്ചു. അത് മാത്രമല്ല +1 + 2 ഞാൻ പഠിച്ചത് ലോങ് ടേം എന്ന് പറഞ്ഞ കോഴ്സാണ്. അതായത് വീക്കെൻഡ്സ് മാത്രം അവിടെ പോയിട്ട് പഠിക്കുന്നത്. ഞാൻ തേവരയിലാണ് പോയി പഠിച്ചത്. അപ്പൊ അവിടെ മാത്രം വീക്ക് ഡേയ്സിൽ എന്റെ സ്കൂളിൽ, എന്റെ വീട്ടിലെ അടുത്തുള്ള സ്കൂളിൽ പോയി പഠിച്ചു. വീക്കെൻഡ്സിൽ ഞാൻ അവിടെ പോയി പഠിക്കും. ആ രീതിയിലായിരുന്നു. പിന്നെ വെക്കേഷൻ സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ ക്ലാസ് ഉണ്ടാവും, അങ്ങനെയായിരുന്നു. അല്ലാതെ പഠിക്കുന്ന ആൾക്കാരുടെ റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറയും. അവരാണെങ്കിൽ +1 + 2 ബിൽഡിങ്ങിന്റെ അവിടെ പോയി നിന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. ഹോസ്റ്റലിൽ നിന്ന് +1 + 2 വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും എല്ലാം ഈ രീതിയിലുള്ള ക്ലാസ് കിട്ടി അങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ്. ആ രീതിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് കുറെ പേർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചത് കുറച്ചും കൂടെ ലൈറ്റ് വേർഷൻ ആയിരുന്നു, കുറച്ചും കൂടെ സ്ട്രെസ് ലെവൽ കുറഞ്ഞ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരുന്നു. അല്ലാതെ റെസിഡൻഷ്യൽ ബാച്ച് ആയിട്ട് പഠിക്കണം, അവിടെ പോയി നിന്ന് പഠിക്കണം, +1 + 2 കൂടെ എല്ലാ ദിവസവും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ആ രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സൺഡേസും സാറ്റർഡേസും പോയി പഠിക്കാം, അപ്പം എക്സാംസ് ഉണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. അല്ലാതെ അവിടെ പോയി ആ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിച്ചിട്ട് എല്ലാ ഡേയ്സും ആ രീതിയിൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം, ആ രീതിയിൽ പഠിക്കാം. അങ്ങനെ പഠിക്കുന്നത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ഈ ഒരു എയിം വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് പല പ്ലാറ്റ്ഫോമിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ബ്രില്യന്റിൽ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയം തുടങ്ങി തന്നെ 6ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതലൊക്കെ വന്ന് ഇതിന് വേണ്ടിയിട്ട് ബേസ് റെഡിയാക്കി പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ ഇതിലുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ചെയ്തത് ഞങ്ങളുടെ സമയത്ത് കുറച്ചും കൂടി റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷം കൂടെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ, +2 കഴിഞ്ഞിട്ട് 1 വർഷം കൂടി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ കുറഞ്ഞു. ഇപ്പൊ എല്ലാവരും +1 + 2 കൂടെ തന്നെ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ നോക്കാനുണ്ട്. അപ്പൊ ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. ഞാൻ 1 year റിപ്പീറ്റ് ചെയ്തു. 1 year റിപ്പീറ്റ് ചെയ്തതും അത് വേണ്ടി തന്നെയായിരുന്നു. ഇത് ഹോസ്റ്റലിൽ പോയി നിന്ന് കൂടെ പഠിക്കുമായിരുന്നു. അത് ഇതുപോലെ തന്നെ അതിന് എന്നെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്തത് ആ +1 + 2 ഞാൻ പോയ ആ ബേസ് എനിക്കുണ്ടായിരുന്നു. എക്സാംസിന് പാറ്റേൺ എങ്ങനെയാണ്,
ഏത് രീതിയിലൊക്കെ വരാം, ആ രീതിയൊക്കെ അത്യാവശ്യം മനസ്സിലായി. നീറ്റ് യു ജി എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അങ്ങനെ അല്ലാത്തവർ വന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട്, അവർക്ക് ഇത് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ടോപ്പിക്സ്, ആ സിലബസ് വളരെ തറവായിട്ട് പഠിക്കണം. പലപ്പോഴും നമ്മുടെ സ്കൂളിലൊക്കെയും പ്ലസ് വൺ ടോപ്പിക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്ലസ് ടുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പഠിക്കുവാണെങ്കിൽ അത് നമുക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. നമുക്കത് പിന്നെയും ഇരുന്ന് പഠിക്കാനെ കുറച്ച് പാടായിരിക്കും. അപ്പൊ നമുക്ക് ഈ റിപ്പീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു ബേസ് ഉള്ള പിള്ളേരെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അത്രയ്ക്കും ഭയങ്കര ബേസിക് ഒന്നും പഠിപ്പിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക, ആ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ബേസ് ഒട്ടുമില്ലെങ്കിൽ ആ ക്ലാസ്സസ് ഫോളോ ചെയ്യാനും ആ പേസിലെത്താൻ, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റേസ് ആണ്. 25 lakhs ആൾക്കാർ വരുമ്പോഴത്തേക്കും എല്ലാവരും മിക്കവരും പ്രിപ്പയർ ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു റേസ് നമ്മൾ ഒരേപോലെ നിൽക്കണമെങ്കിൽ ആ പ്ലസ് വൺ പ്ലസ് ടുന്റെ ബേസ് നമുക്ക് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കുറെ ആൾക്കാർ അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ട്, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഇങ്ങനെ MBBS എടുക്കാൻ ഉദ്ദേശിച്ച് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് വൺ പ്ലസ് ടു നന്നായിട്ട് ഇരുന്ന് പഠിക്കണം, നല്ല ബേസ് ആയിട്ട് ബിൽഡ് ചെയ്യണം. ഈവൻ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ, അത് പ്രശ്നമില്ല. പക്ഷെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളായാൽ പോലും ഒറ്റയ്ക്ക് പഠിക്കുന്ന കാര്യമായാൽ പോലും അത് നല്ല രീതിയിലൊരു എനിക്കിത് പഠിക്കണം, എനിക്കൊരു ബേസ് വേണം, എക്സാം പാസ്സായി മാത്രം പോരാ, എനിക്കൊരു ഭാവിയിൽ എനിക്ക് യൂസ്ഫുൾ ആണ് എന്നൊരു രീതിയിൽ ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം. അപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ബയോളജി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ്. ബയോളജിയിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ഓരോ സെന്റൻസ് നമ്മൾ പഠിക്കണം. എവിടെ നിന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ബയോളജി നന്നായി പഠിക്കുക, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ, ക്ലാസ് പഠിപ്പിക്കുന്ന നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കിട്ടും. ബയോളജി NCERT എന്ന ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഓരോ ലൈനും നമ്മൾ വായിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറെ എക്സാംസ് എടുക്കുക, കുറെ ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടൈം വെച്ചിട്ട് എക്സാം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിൽ ചെയ്യണം. അപ്പൊ റാപ്പിഡ് റിവിഷൻ ടെസ്റ്റുകളൊക്കെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുക. വൺ ഡേ എനിക്ക് തോന്നുന്നു 10 to 12 hours എങ്കിലും പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാൽ ഒരു 1 hour റെസ്റ്റ് എടുക്കാം. അതിനുശേഷം സത്യം പറഞ്ഞാൽ 1 minute പോലും കളയാതിരുന്ന് പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇടയ്ക്ക് ബ്രേക്ക് വേണം, തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ ബ്രേക്ക് അധികം നീണ്ടു പോകരുത്. ഡെയിലി നമ്മൾ സ്റ്റഡീസിന് വേണ്ടി മാത്രമായിട്ട് ഒരു 10 to 12 hours എങ്കിലും നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ എങ്ങനെയാണ് MBBS പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? നീറ്റ് UGയിലൂടെ എങ്ങനെയാണ് കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ നേടുക? അതിന്റെ റാങ്കും മാർക്കും ഒക്കെ ഒന്ന് പറയാം. ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസും ഉണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഏകദേശം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏകദേശം 11 കോളേജസാണ് വരുന്നത്. അതിലെല്ലാത്തിനും കൂടെ 1255 സീറ്റുകളുണ്ട്. അതിൽ പാലക്കാടൊക്കെ റിസർവേഷൻ ഉണ്ട്, SC വിഭാഗത്തിൽ റിസർവേഷൻ ഉണ്ട്. അതുപോലെ വേറെ ചില കോളേജസിന് ESI വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് ESIന്റെ ഇതുണ്ട്, റിസർവേഷൻ ഉണ്ട്. അപ്പൊ ആ റിസർവേഷൻ കഴിഞ്ഞാലും അത്യാവശ്യം കുറച്ച് പേർക്ക് നമുക്ക് ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടും. പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ എത്ര റാങ്ക് വേണം എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കേരളത്തിൽ നമ്മൾ നീറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടും. ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം ഒരു 4000 5000 റേഞ്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്കൊന്ന് ഏകദേശം 8000 റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാലും കേരളത്തിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പൊ സീറ്റ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1755 സീറ്റോളം ഉണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ. അപ്പൊ ഏകദേശം 10,000 താഴെ റാങ്ക് വന്നാലായിരിക്കും കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അതിൽ എപ്പോഴും 5000 ആ റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം നമ്മൾ ഏകദേശം കാറ്റഗറി വെച്ച് നോക്കുവാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം റാങ്ക് നമ്മൾ നീറ്റിന്റെ റാങ്ക് കീമിന്റെ റാങ്കിലേക്ക് മാറ്റും. അതായത് നീറ്റിൽ നമുക്ക് 5000 കിട്ടുന്ന ഒരാൾക്ക് ചിലപ്പോൾ കീമിൽ 500 ആയിരിക്കും റാങ്ക്. അതായത് ഓൾ ഇന്ത്യ റാങ്കിൽ നമ്മൾ കേരള ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് കേരളയുടെ ഒരു റാങ്ക് പബ്ലിഷ് ചെയ്യും. അപ്പൊ ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം ഒരു 10,000 ബിലോ വേണം. കേരളത്തിലെ റാങ്ക് ഏകദേശം നമുക്ക് വേണ്ടത് എത്രയാണെന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാറ്റഗറി നോക്കുവാണെങ്കിൽ ഏകദേശം 950 to 960 റാങ്ക് വേണം അയാൾക്ക് ഒരു മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം അതൊരു സ്കോർ പറയുമ്പോഴത്തേക്കും 720 നീറ്റിന്റെ എക്സാം വരുന്നത്. അതിൽ ഏകദേശം ഒരു 680 675 ആ റേഞ്ചിൽ മാർക്ക് വേണം.
അത്രയും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ജനറൽ കാറ്റഗറി ഉള്ള ഒരാൾക്ക് സീറ്റ് കിട്ടി പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഈഴവ നോക്കുവാണെങ്കിൽ അവർക്ക് ഏകദേശം മാർക്ക് റാങ്ക് വരുന്നത് 2000 സംതിങ് ആണ്, 2485 ആ റേഞ്ചിലെ റാങ്ക് മതി. അവർക്ക് സ്കോർ വേണ്ടത് ഏകദേശം 650 to 655 ആ റേഞ്ചിൽ അവർക്ക് സ്കോർ വേണം. മുസ്ലിംസ് നോക്കുവാണെങ്കിൽ അവർക്ക് ഏകദേശം റാങ്ക് വേണ്ടത് 1730 തുടങ്ങി 35 വരെ ആ റേഞ്ചിൽ വേണം. മാർക്ക് നോക്കുമ്പോൾ 660 to 665 ആ റേഞ്ചിൽ മാർക്ക് വേണം. ലാറ്റിൻസ് നോക്കുവാണെങ്കിൽ അവർക്ക് 3000 ആ റേഞ്ചിൽ റാങ്ക് മതി. അവർക്ക് മാർക്ക് ആണെങ്കിൽ 645 to 650 ആ റേഞ്ചിൽ വേണം. SC നോക്കുമ്പോൾ അവർക്ക് 14,000 മതി കേരള റാങ്ക്, 520 to 525 മതി അവർക്ക് മാർക്ക്. ST നോക്കുവാണെങ്കിൽ 22,000 മതി കേരള റാങ്ക്, ഏകദേശം 415 to 420 ആണ് അവർക്ക് വേണ്ട മാർക്ക്. അതുപോലെ EWS എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതായത് അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ആ സ്കോളർഷിപ്പ് പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം പറയണം. അതൊരു സ്കോളർഷിപ്പ് ബേസിൽ വരുന്നതാണ്. ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവിടെ എക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വീക്ക് ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ചും ബാക്കി കുറച്ച് ക്രൈറ്റീരിയസ് വെച്ചിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇപ്പം റാങ്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് റാങ്ക് കുറച്ച് കുറവ് മതി ഇവിടെ അഡ്മിഷൻ കിട്ടാൻ. ഏകദേശം 3000 മതി അവർക്ക് റാങ്ക്, മാർക്ക് ഏകദേശം 640 to 645 മതി. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് എപ്പോഴും വരുന്നത്. ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കിട്ടാൻ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ്. അവർക്ക് ഏകദേശം 950 to 960 റാങ്ക് വേണം. മാർക്ക് വരുമ്പോൾ 680 675 ആ റേഞ്ചിൽ വേണം. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുകയാണ്, പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിലും നമുക്ക് എത്ര പൊട്ട റാങ്ക് ആണെങ്കിലും അവിടെ പോയി പഠിക്കാം, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഏകദേശം ജനറൽ കാറ്റഗറിയിലൊക്കെ നോക്കുവാണെങ്കിൽ 1000 റേഞ്ചിലെ റാങ്ക് അവർക്ക് വേണം. 1000 to 1200 ആ റേഞ്ചിലെ റാങ്ക് വേണം. അവർക്ക് ഏകദേശം മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 575 580 ആ റേഞ്ചിൽ അവർക്ക് മാർക്ക് വേണം. അതുപോലെ ST നോക്കുവാണെങ്കിൽ ഏകദേശം 16,000 ആ റേഞ്ചിൽ മാർക്ക് വേണം. ST റാങ്ക് വേണം, 16,000 ആണ് അവർക്ക് വേണ്ട റാങ്ക്. ST നോക്കുവാണെങ്കിൽ 24,000 ആ രീതിയിൽ റാങ്ക് വേണം. അപ്പം നല്ലോണം പഠിച്ചാൽ മാത്രമേ സെൽഫ് ഫിനാൻസിനാണെങ്കിൽ പോലും കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. പഠിക്കാതെ ഒരിക്കലും നമുക്ക് സെൽഫ് ഫിനാൻസിംഗിൽ പോലും നമുക്ക് കിട്ടില്ല. അപ്പം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ സെൽഫ് ഫിനാൻസിംഗിൽ പ്രൈവറ്റിൽ പഠിക്കണമെങ്കിൽ ഏകദേശം 570 ആ റേഞ്ചിൽ മാർക്ക് വേണം. ഏറ്റവും കുറവ് മാർക്ക് വേണ്ട ആൾക്കാർ ST വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ്. അവർക്ക് 375 to 400 മതി. EWS ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് റാങ്ക് വേണ്ടത് 16,000 17,000 ആ റേഞ്ചിലാണ്. ഏകദേശം 490 495 മാർക്ക് അവർക്ക് വേണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു എയിം വെച്ചിട്ട് വേണം പഠിക്കാൻ, എത്ര മാർക്ക് എനിക്ക് കിട്ടണം ആ രീതിയിൽ. അപ്പൊ ഒരു ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത് ഒരു ഗവൺമെന്റ് കോളേജ് കിട്ടണം എന്നാണ് എന്റെ ടാർഗറ്റ് എങ്കിൽ ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ ഒരു 700+, 720 700+ എനിക്ക് വേണം. ആ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞ മാർക്കെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ അപ്പോഴും ഞാൻ 600+ എന്തായാലും എയിം ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ 575 570 ആ റേഞ്ചിലൊക്കെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ആ ടാർഗറ്റ് വെക്കണം. 700+ എനിക്ക് വേണം എന്ന് അങ്ങനെ വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്കിൽ നല്ലൊരു കോളേജ് കിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല കോളേജ് മെയിൻ ആയിട്ട് പറയുന്നത് കോഴിക്കോടാണ് നമ്മൾ എപ്പോഴും നല്ല കോളേജ് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രം, കോട്ടയം അങ്ങനെ പോകുന്നു. അപ്പം നല്ല കോളേജ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റാങ്ക്, കുറച്ചുകൂടി നല്ല റാങ്ക് വേണ്ടി വരും. അതനുസരിച്ച് നല്ല കോളേജ് പഠിക്കണം എന്നാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ 700+ മാർക്ക് വേണം. ആ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരിക്കലും ഉഴപ്പി പഠിച്ചിട്ട് MBBS കിട്ടുക എന്നുള്ളത് അത് ഒരിക്കലും പോസിബിൾ അല്ല. നന്നായി തന്നെ പഠിച്ചാൽ മാത്രമേ MBBS ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടുള്ളൂ. പ്രൈവറ്റ് കിട്ടണമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ പല 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 പോസിറ്റീവ്സ് നമ്മൾ പിന്നെ പിന്നെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഇന്ത്യയിലെ ഏകദേശം ഇപ്പൊ നമ്മൾ കേരളത്തിലെ കാര്യം മാത്രമേ പറഞ്ഞത്, 1700 സീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കേരളത്തിലെ കാര്യമായിരുന്നു. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 55,000ഓളം ഗവൺമെന്റ് സീറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഏതൊക്കെ കോളേജ് നല്ലതാണ് ആ രീതിയിലൊക്കെ കുറച്ച് ഡിഫറൻസ് വരും. ചില കോളേജ് നല്ലതായിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ 55,000 സീറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ കുറച്ചൊക്കെ സീറ്റ്സ് കുറച്ച് മോശപ്പെട്ട കോളേജിലൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രൈവറ്റ് കോളേജ് നോക്കുവാണെങ്കിൽ ഏകദേശം 50,000 സീറ്റ്സ് പ്രൈവറ്റ് കോളേജിലും ഓൾ ഇന്ത്യ ലെവലിലുണ്ട്. അത് കൂടാതെ എയിംസും ജിപ്മർ അങ്ങനെ പറഞ്ഞ നല്ല കോളേജസ് ഉണ്ട്. എയിംസും ജിപ്മറൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് റാങ്ക് വേണം, എന്നാൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അവിടെ കിട്ടുന്നതിന് പല 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 രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്പോഷർ കൂടുതലായിരിക്കും. പിന്നെ അവിടെ പഠിക്കുന്ന ഫീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും സീറ്റ്സ് ആണ് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചാലും പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാലും ഡിഫറൻസ് എന്താണ്, അത് ശരിക്കും ആ വ്യത്യാസം മാറ്റർ ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
ഇപ്പൊ ഗവൺമെന്റ് കോളേജിൽ തീർച്ചയായിട്ടും അതിന്റെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എക്സ്പോഷർ കുറച്ചും കൂടെ കൂടുതലായിരിക്കും, കുറച്ചും കൂടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റും, പല രീതിയിലുള്ള ഡിസീസസ് ട്രീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ കുറച്ചുകൂടി ലോ റിസോഴ്സ് സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയൊക്കെ നമുക്ക് കുറച്ചുകൂടി കോളേജിൽ പഠിക്കാൻ പറ്റും. അതുപോലെ മറ്റ് കുറെ ഡിഫറൻസസ് ഉണ്ട്. ഫീസിന്റെ കാര്യത്തിലൊക്കെ കുറെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് ഫീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ പ്രൈവറ്റിൽ പഠിക്കുമ്പോഴത്തേക്കും ആണെങ്കിലും ആ ഒരു എക്സ്പോഷറിന് ഡിഫറൻസ് ഉണ്ട്, കുറച്ചുകൂടെ എക്സ്പോഷർ കുറവായിരിക്കും. ആ ഒരു രീതിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ പഠിക്കുന്നതൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് ശേഷം നീറ്റ് PG ക്രാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും MBBS പഠിച്ചതിന് ശേഷം നമുക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ചെന്ന് ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ പിന്നീടുള്ള കരിയർ ഓപ്ഷൻ നിൽക്കുന്നത്. ഞാൻ MBBS പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, എനിക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നീറ്റ് PGക്ക് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച കോളേജിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഞാൻ നീറ്റ് PGക്ക് എനിക്ക് എത്ര റാങ്ക് കിട്ടി, ആ രീതിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഏത് കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നത് വ്യത്യാസം പറയുന്നത് ഈ എക്സ്പോഷർ ആണ്. നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പല രീതിയിലുള്ള ഡിസീസസ് ഒക്കെ കാണാൻ പറ്റും. ആ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അല്ലാതെ ഫീസിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്, അല്ലാതെ വലിയ ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം MBBS പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. അത് നീറ്റ് ക്രാക്ക് ചെയ്താൽ അവർക്ക് അടുത്ത രീതിയിൽ അവർക്ക് ജോബിൽ പോവാം, അല്ലെങ്കിൽ വേറെ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് ജോബിന് പോവാം. MBBS ഏത് കോളേജിൽ പഠിച്ചാലും നന്നായി പഠിക്കാനുള്ളത് കീ ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങി നന്നായി പഠിക്കണം, എന്നാൽ മാത്രമേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് UGക്കുള്ള അതേ കോമ്പറ്റീഷൻ തന്നെ നീറ്റ് PGക്കും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങി നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ ജോബിന് പോയാലും എല്ലാ പ്രൊഫഷണൽ കോഴ്സും ഉള്ളത് പോലെ തന്നെ നമ്മൾ ഏത് ജോബിൽ നമ്മളായിരിക്കും അവിടെ എക്സൽ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് മാറാൻ പറ്റുള്ളൂ, നമുക്ക് ജോബ് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ തുടങ്ങി തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു പുറത്തൊക്കെ പോകാനാണെങ്കിൽ USMLE പ്ലാബ് അങ്ങനത്തെ കോഴ്സസ്, അങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് ഇയർ തുടങ്ങി തന്നെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നീറ്റ് PG പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഫസ്റ്റ് ഇയർ തുടങ്ങി ആ ഒരു ഫോക്കസ് വെച്ചിട്ട് വേണം എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ ഡിഫറൻസ് ഇല്ല. എയിംസിലേക്ക് പഠിക്കുമ്പോഴത്തേക്കും എയിംസ് കുറച്ചും കൂടി നല്ല കോളേജാണ്. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ എക്സ്പോഷർ വളരെ കൂടുതലായിരിക്കും, നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. ഫീസ് സ്ട്രക്ചറിനെ പറ്റി ഒന്ന് പറയാമോ? ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പഠിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പൊ ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 23,000 പെർ ഇയർ ആണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. 23,000 മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ കൂടെ നമുക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് മെസ് ഫീ ആണ്. മെസ് ഫീ ഏകദേശം 4,000 ആണ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് റെന്റ് നമുക്ക് ചിലപ്പോൾ മേടിക്കാം, അത് പെർ ഇയർ 50 ആ റേഞ്ചിലേക്കാണ് റെന്റ് മേടിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ അതിന്റെ കൂടെ നമുക്ക് ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരുമായിരിക്കും. അപ്പൊ ടോട്ടലി നോക്കുവാണെങ്കിൽ നിയർലി ഒരു 85,000 പെർ ഇയർ മാത്രമാണ് MBBS പഠിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് ചെലവാകുന്നുള്ളൂ. അപ്പൊ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 23,000 ഉള്ളൂ. പല ആൾക്കാർക്ക് ഒരു ധാരണ എന്ന് പറയുന്നത് MBBS പഠിക്കാനായിട്ട് കുറെ പൈസ വേണം, ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ആ ഒരു രീതിയിലല്ല ഒരിക്കലും MBBS പറയുന്നത്. MBBS ഒക്കെ പഠിക്കാനായിട്ട് ടോട്ടലി വേണ്ടത് ഏകദേശം ഒരു 4 lakh ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും മൊത്തത്തിൽ പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ആലോചിക്കേണ്ട കാര്യം ഹൗസ് റെസിഡൻസിയുടെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 26,000 എനിക്ക് ഇങ്ങോട്ട് കിട്ടും മന്ത്ലി സാലറി. 12 മന്ത്സ് നമ്മൾ ജോലി ചെയ്യണം. 12 മന്ത്സ് ജോലി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 26,000 ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ മൊത്തത്തിൽ മൈനസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 1 lakh അത്രയാണ് MBBS 6 ഇയർ കോഴ്സ് പഠിക്കാൻ എനിക്ക് ആവുന്ന ചെലവ്. 1 lakh എനിക്ക് ആവുന്നുള്ളൂ ഏകദേശം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഹൗസ് റെസിഡൻസിയുടെ സമയത്ത് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരാനുള്ള സാധ്യത. അപ്പം MBBS പഠിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത്ര പൈസയാണ് അവർക്ക് വരുന്നത്. നിയർലി എക്സ്പെൻഡിച്ചർ എല്ലാവരും എക്സ്പെൻഡിച്ചർ കൂട്ടിയാലും നമുക്ക് നിയർലി 1 lakh ആണ് ഒരു MBBS പഠിക്കാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന പൈസ. പക്ഷെ അതിന്റെ കൂടെ തന്നെ പലർക്കും സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സ്കോളർഷിപ്പ് MBBS പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് കോളേജിൽ കിട്ടും. ഒന്ന് മൈനോറിറ്റിയുടെ സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ MMC എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഈ രണ്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പിന് പറ്റുന്നതാണ്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ് അങ്ങനത്തെ ആൾക്കാർക്കും പിന്നെ അതുപോലെ SC/ST റിസർവേഷൻ ഉള്ള ആൾക്കാർക്കും ആ രീതിയിലാണ് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ ആ കിട്ടുന്ന ആൾക്കാർക്ക് ഈ ട്യൂഷൻ ഫീസ് ഇല്ല, 23,000 ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഞാനൊക്കെ അങ്ങനെ അവൈൽ ചെയ്ത് പഠിച്ച ആളാണ്. അപ്പൊ 23,000 ഇങ്ങോട്ട് കിട്ടും. എല്ലാം 5 ഇയേഴ്സ് ഇങ്ങോട്ട് 23,000 കിട്ടും. അതുപോലെ SC/ST ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മെസ് ഫീ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. മെസ് ഫീ പോലും സ്കോളർഷിപ്പ് വഴി അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇതിൽ അനുസരിച്ച് സ്കോളർഷിപ്പ് അനുസരിച്ച് അവർക്ക് കിട്ടുന്നുണ്ട്.
ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിച്ചപ്പോ എനിക്ക് ചെലവായ പൈസ, എനിക്ക് ചെലവായതിനേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങോട്ടാണ് പൈസ കിട്ടിയത്. ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഏകദേശം 15,000 ഇങ്ങോട്ടാണ് കിട്ടിയത്. ഈ സാലറി, ഫീസ് ഒക്കെ കൂടി നോക്കിയാൽ, സ്കോളർഷിപ്പ് പ്ലസ് സാലറി പ്ലസ് എനിക്ക് ചെലവായ പൈസ ഒക്കെ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ MBBS പഠിക്കാൻ കോടിക്കണക്കിന് രൂപ വേണം, ലക്ഷക്കണക്കിന് രൂപ വേണം എന്നൊക്കെ പറയുന്നത് കുറച്ച് തെറ്റായ ധാരണയാണ്. ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനാണെങ്കിൽ ഇത്രയും തുച്ഛമായിട്ടുള്ള പൈസ മതി. ഒരു സാധാരണ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പോലും ഇതിന്റെ ഇരട്ടി പൈസ ആവും നമുക്കറിയാം. ഒരു വർഷം തന്നെ ഫീസ് മാത്രം ഒരു 1 lakh ഏകദേശം അടുപ്പിച്ച് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പഠിക്കുകയാണെങ്കിൽ വേണം. MBA പഠിക്കുകയാണെങ്കിൽ അതിന് വേണം. BBA പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസ തന്നെ വേണം. അപ്പം MBBS നോക്കുവാണെങ്കിൽ ഏകദേശം ഒട്ടും പൈസ ചെലവാക്കാൻ തന്നെയാണ് ഞാനൊക്കെ പഠിച്ചത്. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന എല്ലാവരുടെയും ഏകദേശം അവസ്ഥ ഇത് തന്നെയായിരിക്കും. മിക്കവർക്കും നല്ല സ്കോളർഷിപ്പ് ഉണ്ട്, വളരെ കുറച്ച് പേർക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടാത്ത അവസ്ഥ വരുന്നുള്ളൂ. അതാണ് ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പം ആ സീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഞങ്ങൾക്ക് ആ സീറ്റ് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സീറ്റ് അല്ല. ഗവൺമെന്റ് നമ്മൾ പഠിപ്പിക്കുന്ന സീറ്റാണ്. അപ്പൊ അതിൽ 10 lakhs ബോണ്ട് ഉണ്ട്. നമ്മൾ സീറ്റ് വേണ്ടെന്ന് വെച്ച് പോവാണെങ്കിൽ നമ്മൾ 10 lakhs കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സീറ്റ് വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും വാല്യൂ ഉള്ള സീറ്റിലാണ് നമ്മൾ പൈസ ഇല്ലാതെ പഠിക്കുന്നത്. അപ്പം നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു കോഴ്സ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പഠിക്കുമ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് കിട്ടുവാണെങ്കിൽ ഗവൺമെന്റ് തന്നെ വേണം എന്ന രീതിയിൽ ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് ഉണ്ടാവുന്നത്. നല്ലൊരു കോഴ്സും പഠിച്ചിറങ്ങാം നമുക്ക്. ഇത് നമ്മള് ഇനി നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 7 to 8 lakhs per year ആണ് ട്യൂഷൻ ഫീ വരുന്നത്. ഒരു വർഷം തന്നെ ഒരു 8 lakhs അത്രയും വരും ട്യൂഷൻ ഫീ മാത്രം. അതിന്റെ കൂടെ പല എക്സ്പെൻസ് വരുമ്പോൾ ബുക്ക്, മെസ് ഫീ, അങ്ങനെ പല എക്സ്പെൻസ് വരുമ്പോൾ നിയർലി 10 lakhs per year ആണ് അവർക്ക് ചെലവാകുന്നത്. അപ്പൊ ഏകദേശം 5 വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് 50 lakhs ആകും മൊത്തത്തിൽ പഠിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ഹൗസ് ഏജൻസിക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് 26,000 ആ റേഞ്ചിൽ സ്റ്റൈപ്പൻഡ് കിട്ടിയെങ്കിൽ അവർക്ക് അത്രയും കിട്ടുന്നില്ല. അവർക്ക് 5,000 10,000 ആ റേഞ്ചിലാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അപ്പൊ അത്രയും കുറച്ചാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഏകദേശം 45-46 lakh അത്രയും പൈസയാകും MBBS പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. പ്രൈവറ്റിൽ പഠിക്കുന്ന ആൾക്കാണെങ്കിൽ ഇത്രത്തോളം പൈസ ചെലവാകും. പക്ഷെ നേരെ മറിച്ച് ഗവൺമെന്റ് പഠിക്കുകയാണെങ്കിൽ ഒട്ടും പൈസ ചെലവില്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് MBBS എന്ന് പറയുന്നത്. പക്ഷെ ഇത് പല സ്റ്റേറ്റ്സിൽ മാറി മാറി വരും. പുറത്തുള്ള സ്റ്റേറ്റ്സിലാണെങ്കിൽ അവിടെ ട്യൂഷൻ ഫീസ് ചിലപ്പം കുറച്ച് മാറി ചെയ്യുന്നൊക്കെ വരുമായിരിക്കും. കുറച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതുപോലെ സാലറിയും ചിലപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പ്രൈവറ്റ് ആണെങ്കിലും പുറത്ത് കുറച്ച് ഫീസ് സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. കേരളത്തിലാണ് പൊതുവെ പ്രൈവറ്റിൽ ഏറ്റവും കുറവ് ഫീസ് മേടിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ MBBS പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഏത് കോളേജിൽ വേണം, അപ്പം എനിക്ക് എത്രത്തോളം ഫീസ് എനിക്ക് അടയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഇതിലൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല പാഷൻ ഉണ്ട്, എനിക്കിത് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഈ ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് MBBS പഠിക്കുക എന്ന് പറയുന്നത്. എല്ലാ ജോബും ഉള്ള പോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ MBBS ഉണ്ട്. കാരണം ഇത് ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്ന കാര്യം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അൺലേൺ ചെയ്യണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ ടെക്നോളജീസ് പഠിക്കണം, പല റിസർച്ചസ് ചെയ്യേണ്ടി വരും, പല ഫെലോഷിപ്പുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് MBBS എന്നുള്ള ഒരു ഓപ്ഷൻ കൈകാര്യം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷൻ വേണ്ട ഒരു ജോബാണ് MBBS എന്ന് പറയുന്നത്. അതിന് തന്നെ നമ്മൾ പറഞ്ഞു, പ്രൊഫസേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാർ, നോൺ ക്ലിനിക്കൽ ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പേഷ്യനെ ട്രീറ്റ് ചെയ്യണം, ക്ലിനിക്കലി പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും MBBS നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും സമയം MBBS സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് എല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പങ്കുവെച്ച് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫെമി. താങ്ക് യു ഫോർ കോളിംഗ് മീ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു.